വിശ്വാസി സമൂഹം 300 ചില്ലാനം ആളുകൾ ഉൾക്കൊള്ളുന്ന ബദരീങ്ങൾ എന്നതൊരു വ്യക്തിയുടെ പേരല്ല, ബദറിൽ പങ്കെടുത്ത 300 ചില്ലാൻ ആളുകളെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. അവർ വിജയിച്ചടക്കിയ യുദ്ധമായിരുന്നു. ഒരു യുദ്ധത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ആയുധങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ദുർബലരായിരുന്ന ഒരു സംഘം അവരുടെ 3 ഇരട്ടി വരുന്നവരെ അതിജയിച്ച മഹാചരിത്രത്തിൻ്റെ പിന്നിൽ പറഞ്ഞാൽ തീരാത്തത്ര പാഠങ്ങൾ നമുക്കെടുക്കാനുണ്ട്. 7 പാഠങ്ങളാണ് നമ്മളിന്ന് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർണ്ണമായി നമുക്ക് ബോധ്യപ്പെടാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഏത് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും ആ പ്രവർത്തനത്തെയും പ്രാർത്ഥനയെയും എത്രത്തോളം നമ്മൾ പരസ്പരം ബന്ധിപ്പിച്ചു കൊണ്ടുപോകണം എന്നതിൻ്റെ പ്രാധാന്യമാണ് ഇത് ഉണർത്തുന്നത്. രാവിലെ നമ്മൾ അങ്ങാടിക്ക് ഇറങ്ങുകയാണെങ്കിൽ പോലും, രാവിലെ എന്തോ ഒരു ചെറിയ കാര്യത്തിന് വണ്ടി എടുത്ത് ഇറങ്ങുകയാണ്, 1 കിലോ ഇറച്ചി വാങ്ങാൻ ഇറങ്ങുകയാണെങ്കിൽ പോലും അവിടെ ഉള്ളിൽ ഒരു പ്രാർത്ഥന വേണം ഒരു വിശ്വാസിക്ക്, ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് പോലും. അപ്പോൾ പിന്നെ ഏറ്റവും വലിയ കാര്യങ്ങളും ഏറ്റവും പ്രധാന കാര്യങ്ങളും പറയേണ്ടതില്ലല്ലോ. നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കുക, ഞാൻ എന്നെക്കുറിച്ച് ആലോചിക്കുക, നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ആലോചിക്കുക. നമുക്കങ്ങനെ പടച്ചോനെ ഇത് ഹൈറാക്കി തരണേ എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ടോ? ഒറ്റ കുടുങ്ങി വല്ലാത്തൊരവസ്ഥയിലെത്തി വേറെ നിർവാഹമില്ലാതാകുമ്പോൾ മാത്രം നടത്തുന്ന പരിപാടിയായി പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ മാറുന്നില്ലേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനിയൊരു കാലം വരും, അന്ന് പ്രാർത്ഥിക്കാത്തവന് ഉത്തരേ കിട്ടാത്തൊരു കാലം വരും എന്നാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുങ്ങൾ, അതൊക്കെ നമ്മളെ പ്രാർത്ഥന കൊണ്ടും ശുക്ർ കൊണ്ടാണോ? പടച്ചോ റഹ്മാനും റഹീമും ആയതുകൊണ്ടാണ് പലപ്പോഴും അതൊക്കെ നടന്നു പോകുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഏൽപ്പിച്ച മഹായുദ്ധമായിട്ട് പോലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ അൻജിസ്ലി വഅതനി മഅവതനി, അല്ലാഹുവേ എനിക്ക് നീ വാഗ്ദാനം ചെയ്തത് എനിക്ക് നീ പൂർത്തീകരിച്ചു തരണം. അല്ലാഹുമ്മ ആതി മാ വഅതനി, അല്ലാഹുവേ എന്നോട് വാഗ്ദാനം ചെയ്തത് എനിക്ക് നീ നൽകണം. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം, മുസ്ലിങ്ങളുടെ ഈ കൊച്ചു സംഘത്തെ നീ പരാജയപ്പെടുത്തിയാൽ ലാ തുഅബദു ഫിൽ അർളി അബദ, പിന്നെ നിന്നെ ആരാധിക്കുന്ന ആരും ഈ സമൂഹത്തിൽ ഉണ്ടാകൂല. ഞങ്ങൾ ഈ ജസീറത്തുൽ അറബിൽ നിന്ന് ആരംഭിക്കുന്ന ഈ മഹാദൗത്യം അത് ഏറ്റെടുക്കുന്ന ആളുകളൊക്കെ എൻ്റെ കൂടെ വരുന്നുണ്ട്. അവരെല്ലാവരും അവരുടെ കഴുത്തുകൾ കൊത്തി അറുക്കപ്പെട്ട് മണ്ണിൽ തല ഉരുണ്ടാൽ പിന്നെ ഒരാളും ഇത് പറയാനുണ്ടാവുകയില്ല എന്ന് പറയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ 2 വരിയാണത് കേട്ടോ. ആ ചരിത്രം, ആ നിമിഷങ്ങൾ നമ്മളിങ്ങനെ നോക്കണം. എന്താ, പെട്ടെന്ന് യുദ്ധത്തിലേക്ക് എത്തിപ്പെട്ട ആ ഒരു നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ പ്രാർത്ഥനയ്ക്ക് അങ്ങോട്ട് ഇരിക്കുകയാണ്. നബി ഇങ്ങനെ കൈ പിടിച്ച് കൈ പൊക്കി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആകാശത്തേക്ക് കൈ ഉയർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തോളിലുണ്ടായിരുന്ന തട്ടം നിലത്ത് വീഴാണ്. പ്രവാചകൻ സുജൂദിലേക്ക് വീണ് സുജൂദ് ദീർഘമായി തുടരുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ദീർഘമായ പ്രാർത്ഥന കണ്ട് പിന്നെ ആ പ്രാർത്ഥനയിൽ നിന്ന് പ്രവാചകൻ ആരാ പിടിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഹസ്ബുക യാ റസൂലല്ലാഹ്, മതി നബിയേ, ഇനി മതി. ഫഇന്നല്ലാഹ മുൻജിസുൻ ലക മാ വഅദക്, നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് അല്ലാഹു പാലിക്കും, നിങ്ങൾ പേടിക്കേണ്ട നബിയെ എന്ന് പറയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചൊരു ദൗത്യമായിട്ട് പോലും ഇനി വേറൊന്നുകൂടി നമ്മൾ ഇതിൽ കാണണം. എന്താ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു വാക്ക് കൊടുത്തിട്ടുണ്ട് ഈ യുദ്ധത്തിൽ വിജയിപ്പിക്കുന്നു. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, നിങ്ങൾ എന്തിനാ പേടിക്കണു? 1000കണക്കിന് മലക്കുകളെ കൂടെ ഇറക്കിയിട്ട് നാളത്തെ പ്രഭാതത്തിൽ ശത്രുവിനെ മുട്ടുകുത്തിക്കും എന്ന് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സന്തോഷ വാർത്ത വന്നിട്ടുണ്ട്. അങ്ങനെ സന്തോഷ വാർത്ത വന്ന ഒരു വിഷയമായിട്ട് പോലും, അങ്ങനത്തെ ഒരു സന്തോഷ വാർത്ത കിട്ടിയ ഒരു വിഷയമായിട്ട് പോലും എന്ത് ചെയ്യുന്നു? അള്ളാഹുവിൻ്റെ റസൂൽ പിന്നെയും പ്രാർത്ഥിക്കുകയാണ്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടപെട്ട് പ്രവാചകനോട് മദീ നബിയെ എന്ന് പറയും വരെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ട്? നമുക്കൊക്കെ എന്തൊക്കെ ദുരിതവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇത് നമ്മൾ എത്രത്തോളം പടച്ചോനോട് പറയുന്നുണ്ട്? എത്ര മിനിറ്റ് ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ പടച്ചോനെ എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നിട്ടുണ്ടാകും? ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്താ അറിയോ? അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ ഒരു ശക്തി ഭയങ്കര പ്രധാനമാണ്. നമുക്ക് വേഗം ഭയങ്കര പ്രതിസന്ധി വന്നാൽ നമ്മൾ വേഗം ഉറുക്കുവേലസ്വൈക്കല്ലും ജാറോം പരിപാടിയായിട്ടാണ് സമുദായം പോവുക, അല്ലേ? അതാണ് ഷോർട്ട് വേ എന്നാ വിചാരിക്കണത്. ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ലത് ഔലിയാക്കളോട് ചോദിക്കലാണെന്ന് പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിത് എന്തിനാ അങ്ങനെ തന്നെ പറയണമെന്നറിയോ? അതങ്ങനെ ഉണ്ടോയെന്ന് പച്ച മലയാളം നിങ്ങൾക്ക് പരിശോധിക്കാനാണ്. ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ലത് പടച്ചോനോട് ചോദിക്കലല്ല, പടച്ചോനോട് നേരിട്ടാണ് ചോദിച്ചാൽ അത് ട്രാൻസ്ഫോമർ വന്ന് നേരിട്ട് കറണ്ട് എടുക്കുമെന്ന് വരെ ഉദാഹരണം പറഞ്ഞ് പഠിപ്പിച്ച് മുസ്ലിം സമുദായവും റബ്ബും തമ്മിലുള്ള ബന്ധത്തിൽ കോട്ടം തട്ടിച്ചവർ അവര് കൈ ഉയർത്തുന്ന ഒരു ജനതയുടെ കൈകളെ താഴ്ത്തുകയാണ് ചെയ്യുന്നത്. നമ്മളൊന്നും ചോദിച്ചാൽ പടച്ചോന്റെ അടുത്തുനിന്ന് കിട്ടൂല
എന്നുള്ളൊരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ റബ്ബിനോടാണ് ചോദിച്ചാൽ പടച്ച റബ്ബ് അത് തന്നിരിക്കും സുഹൃത്തുക്കളെ. കാരണം എന്താ? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ ചോദിച്ചോ, നിങ്ങളുടെ ദുആക്ക് നമ്മൾ ഉത്തരം നൽകും. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് അങ്ങയോട് ചോദിച്ചാൽ അങ്ങ് പറയണം നബിയെ, അള്ളാഹു സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. പ്രാർത്ഥിച്ചവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു. പക്ഷേ അങ്ങനെ ഉള്ളുരുകി മനസാന്നിധ്യത്തോടു കൂടെ മിൻ ഖൽബിൻ ലാഹിൻ ഗാഫിലിൻ, അശ്രദ്ധമായി അലസമായി പ്രാർത്ഥിക്കണവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കൂല എന്നുണ്ട്. ഹറാമായ സമ്പാദ്യങ്ങൾ കയ്യിൽ വെച്ചവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കൂല എന്നുണ്ട്. സ്വന്തം മുന്നിൽ കൺമുന്നിൽ 1000 തിന്മകൾ കണ്ടിട്ടും അതിനോടൊന്നും ശബ്ദിക്കാൻ നേരമില്ലാതെ അവനാൻ്റെ കച്ചവടം കൃഷിയൊക്കെ ആയിട്ട് പോണ ആളുകൾ, വല്ലാഹി ലതഅ്മുറുന്ന ബിൽ മഅറൂഫ് വലതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ശിക്ഷ അയക്കും. പിന്നെ നിങ്ങൾ അവനോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം സ്വീകരിക്കൂല എന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഹംദും സ്വലാത്തും കൊണ്ടൊക്കെ ചൊല്ലി, അല്ലെ സ്വലാത്തു ചൊല്ലാതെ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നുള്ള സ്വലാത്തു ചൊല്ലാതെ ഒരാൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ആകാശത്തിനിടയിൽ തടയപ്പെടുന്നതാണ്. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട്, അതേപോലെ കുടുങ്ങുമ്പോൾ മാത്രം പ്രാർത്ഥിക്കല്ല, എന്താ സന്തോഷത്തിലും ദുഃഖത്തിലും പടച്ചവനോട് പ്രാർത്ഥിക്കണം എന്നാണ്. യൂനുസ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹം മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചല്ലോ. ചരിത്രം ഞാൻ നീട്ടി പറയണല്ലോ, ഞങ്ങളെ ഓർമ്മയിൽ വരണം ചരിത്രം. അറിയാത്ത ആളുകൾ നമ്മളെ ഇസ്ലാമികമായ വിജ്ഞാനങ്ങളെക്കുറിച്ച് ശരിക്കും ആശങ്കപ്പെടണം. എത്രയോ ആവർത്തിച്ച് പറയപ്പെടുന്ന ചരിത്രമാണ്. ആ മത്സ്യത്തിൻ്റെ തിമിംഗലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, പടച്ചോനെ നിന്റെ അടിമയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. പ്രാർത്ഥിക്കണേ, പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കാവുന്ന മലക്കുകളുണ്ടല്ലോ. പ്രാർത്ഥന ഒരിക്കലും അള്ളാഹു അല്ലാതെ വേറെ ആരും കേൾക്കൂല. പ്രാർത്ഥന റബ്ബേ കേൾക്കുള്ളൂ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ചിലപ്പോൾ ശബ്ദം പോലും വേണ്ടി വരില്ല. ഇങ്ങനെ ഒരു നൃത്തം നിന്നത് പ്രാർത്ഥന. പടച്ചോനെ കാത്തോളം എന്നാണത്. പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നുണ്ടാവുന്ന സംഭവം. അത് വേറെ ആരും കേൾക്കൂല. അള്ളാഹുവെ സഹായിക്കണേ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥന അല്ല, അതിൻ്റെ ശബ്ദം കേൾക്കണേ. മനസ്സിലായില്ലേ? പ്രാർത്ഥന എന്ന് പറയുന്നത് സൂക്ഷ്മമായി റബ്ബിന് മാത്രം കേൾക്കാനും ഉത്തരം ചെയ്യാനും കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മളത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പം എന്താ അറിയോ, അവിടെ നമ്മൾ കാണുന്ന കാര്യം, യൂനുസ് നബി ഇസ്ലാം അല്ലാത്ത കാലത്തും പടച്ചവനോട് പ്രാർത്ഥിച്ചു. സന്തോഷത്തിലും ദുഃഖത്തിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത് എന്ന് നമുക്ക് പ്രത്യേകം കാണാൻ കഴിയും. അതുകൊണ്ട് ബദർ നൽകുന്ന ഒന്നാമത്തെ പാഠം അതാണ്. എന്താ ഒന്നാമത്തെ പാഠം? ഒന്നാമത്തെ പാഠം, നമ്മൾ പടച്ചവനോട് നല്ലോണം പറയണം. എല്ലാ കാര്യം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളടക്കം റബ്ബിനെ ഏൽപ്പിച്ച്, ഈ ഹസ്ബുൻ അല്ലാഹു വ നിഅമൽ വക്കീൽ എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അത് കാലിഗ്രാഫിയിൽ എഴുതി കെട്ടിത്തൂക്കാനുള്ളതല്ല. അത് ഹൃദയത്തിൻ്റെ നിലപാടായി വരുന്നിടത്തേക്ക് എത്തുകയാണെങ്കിൽ പടച്ച റബ്ബ് അത്ഭുതകരമായി നമ്മളുടെ ജീവിതത്തിലെ കാര്യങ്ങളെ രക്ഷപ്പെടുത്തും. ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ അനുസ്മരിച്ചൊരു കാര്യം എൻ്റെ ഓർമ്മയിൽ വരികയാണ് കേട്ടോ. എന്താ, ഒരു അറബ് സഹോദരൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ കണ്ടതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ ഒരാൾ അയാളുടെ ഭാര്യ ഒന്നിച്ചിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആക്സിഡൻറ്റ് പെട്ടു. ഭാര്യ ഗർഭിണിയാണ്. ആക്സിഡൻറ്റിൽ ഇയാൾ കോമാ സ്റ്റേജിലേക്ക് പോയി. അയാൾ മരിച്ചിട്ടില്ല, മിണ്ടാതെ ഇങ്ങനെ കിടക്കണേ, ട്യൂബ് ഫീഡിങ് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ ഈ സ്ത്രീ ഈ കുഞ്ഞിനെ, ഗർഭം ധരിച്ച കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞ് വളരാൻ തുടങ്ങി. ഒരാളവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ധാരാ അമ്മച്ചിയെന്ന് ഇങ്ങനെ ചോദിക്കും. അതെൻ്റെ വാപ്പയാണ് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും. പക്ഷെ കുട്ടിക്ക് കുറച്ചുകൂടിയും പക്വതയൊക്കെ എത്തിയപ്പോൾ, അവൾക്കൊരു 10, 15, 16 വയസ്സായ ഒരു രാത്രി, അവളോട് എന്നും ഉമ്മ പറയും, നീ രാത്രി നല്ലോണം പ്രാർത്ഥിച്ചോ, ഉപ്പ നിന്നോട് സംസാരിക്കും എന്നിങ്ങനെ പറയും. ഒരു രാത്രി അവളിരുന്ന് സംസാരിച്ചപ്പോൾ അയാൾ എണീറ്റും കൊണ്ടിരുന്നു. മെഡിക്കൽ സയൻസിൻ്റെ എല്ലാ തിയറികളെയും കാറ്റിൽ പറത്തി അയാൾ എണീറ്റും കൊണ്ടിരുന്നു. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ റബ്ബിനോട് പറയേണ്ട വിധം പറയുകയും എൻ്റെ ഉടമ റബ്ബാണെന്ന ബോധ്യമുണ്ടാവുകയും ചെയ്താൽ കിട്ടുണ്ടാകും. അങ്ങനെ കിട്ടൂല. അബദി, എൻ്റെ അടിമയുടെ ചിന്തയുടെ കൂടെയാണ്. കിട്ടും എന്ന് ചിന്തിച്ചാൽ കിട്ടും. ആ രീതിയിൽ നമ്മൾ ഇതിനെ എടുക്കണം എന്ന പാഠാണ് ബദർ നമുക്ക് നൽകുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ, നമ്മൾ വെറുക്കുന്ന കാര്യത്തിൽ പോലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ ഒരു വിജയം ഒരുക്കി വെച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഒരു സന്തോഷം ഒരുക്കി വെച്ചിട്ടുണ്ടാകും. നമ്മൾ വിചാരിക്കും, നമ്മളെ ഭാര്യ പ്രഗ്നൻ്റായി, ആ കുട്ടി അബോർട്ട് ചെയ്യപ്പെട്ടു പോയി, അല്ലെങ്കിൽ അത് അലസിപ്പോയി, നമ്മൾ അതിൻ്റെ പേരിൽ എങ്ങനെ എന്നും നീറി ജീവിക്കണം. അല്ലെങ്കിൽ നമുക്ക് മക്കളില്ല, വളർന്ന് വലുതായി നമുക്കൊരു ചിറകായി മാറുമെന്ന് വിചാരിക്കുന്ന സമയത്ത് അവനെ നഷ്ടപ്പെട്ടു. അതല്ലെങ്കിൽ ഒക്കെ ഒന്ന് ആശ്വാസമായി, അല്ലേ? തിന്നാനും കുടിക്കാനും ഇല്ലാത്ത കാലമൊക്കെ കഴിഞ്ഞ് തിന്നാനും കുടിക്കാനൊക്കെ ഉള്ള നേരെത്തിയപ്പോഴേക്ക് ഷുഗറും കൊളസ്ട്രോളും സോഡിയോ ആകെ കൂടെ പ്രശ്നം, ഒന്നും എനിക്ക് എടുക്കാൻ പറ്റണില്ല, മുന്നിലുള്ള രുചിയുള്ള ഭക്ഷണം നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമുക്കുള്ള നഷ്ടമാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് എന്നാണ്, അല്ലേ? എന്താ സ്വഹാബത്ത് എങ്ങനെയാണ് ചിന്തിച്ചത്? ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ആഗ്രഹിച്ചത് ഒരിക്കലും യുദ്ധമല്ല. മദീനത്തുനിന്ന് പുറപ്പെടുമ്പോൾ യുദ്ധം വിചാരിച്ചിട്ടേ ഇല്ല, ആഗ്രഹിച്ചിട്ടേ ഇല്ല, പ്രതീക്ഷിച്ചിട്ടില്ല. 3 കാര്യം: ആഗ്രഹിച്ചിട്ടില്ല, വിചാരിച്ചിട്ടില്ല, പ്രതീക്ഷിച്ചിട്ടില്ല. പെട്ടെന്നാണ് യുദ്ധത്തിനാണെന്ന് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു അവസ്ഥ എന്താണ്? വൈദ യഅദുകുമുല്ലാഹു ഇഹ്ദ ത്വായിഫതൈനി, രണ്ടാലൊരു സംഘത്തെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടു. ഒന്നുകിൽ നിങ്ങൾ ആയുധബലമുള്ള സൈന്യത്തെ കാണും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നിങ്ങൾ കച്ചവടം ചെയ്തു വരുന്ന കച്ചവട സംഘത്തെ കാണും.
ഇപ്പൊ കച്ചവട സംഘത്ത് കിട്ടിയ ഭയങ്കര പ്രോഫിറ്റ് കിട്ടും, വലിയ പൈസ കിട്ടും. അതിൽ നിന്നൊക്കെ ഒരു ഓഹരി എല്ലാവർക്കും കിട്ടും അല്ലേ? യുദ്ധാർജിത സമ്പത്തിൽ നിന്ന് ഒരു ഓഹരി എല്ലാവർക്കും കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ചത് പക്ഷേ അന്നഹലക്കും തവദ്ദൂന അന്ന ഗൈറദത്തി ഷൗക്കത്തി തക്കൂനലക്കും, നിങ്ങൾക്ക് യുദ്ധമുള്ള ഒന്ന് വേണ്ടാന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നു, പക്ഷേ യുദ്ധമാണ് അവർക്ക് കിട്ടിയത്. നോക്കൂ നിങ്ങൾ, അപ്പം എന്താ സംഭവിച്ചത്? ആ യുദ്ധത്തിൽ അപ്രതീക്ഷിത യുദ്ധമാണെങ്കിലും മദീനയായതും മദീനക്ക് നിലനിൽപ്പുണ്ടായതും അള്ളാഹു നൽകിയ നെറ്റിത്തടം കൊണ്ട് അവൻ സൃഷ്ടിച്ച ഭൂമിയിലുള്ള സുജൂദിന്റെ ഔദാര്യങ്ങളില്ലാത്ത അവകാശം സ്വഹാബത്തിന് കിട്ടിയതും ബദർ യുദ്ധത്തോടു കൂടെയാണ്. ബദർ യുദ്ധം ശക്തമായ രേഖപ്പെടുത്തലായിരുന്നു. എല്ലാ മുഖ്യ ശത്രുക്കളും കെട്ടടങ്ങി. പ്രവാചകൻ പറഞ്ഞിടത്ത് ഓരോരുത്തരും മരിച്ചു കടന്നു. ഇവിടെ കിടക്കും അബൂലഹബ്, അബൂജഹല്, ഇവിടെ ഉണ്ടാകും ഉത്ബത്ത്, ഇവിടെ ഉണ്ടാകും ഷൈബത്ത് എന്നൊക്കെ അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അവിടെ തന്നെ അവർ മരിച്ചു വീണു. ഒരു ഇഞ്ച് മാറിയില്ല. അവരുടെ വിശ്വാസത്തിന് കൂടുതൽ കരുത്ത് കിട്ടി. ബദറിന്റെ മുമ്പ്, ബദറിന്റെ നേരത്ത്, ബദറിന്റെ ശേഷമൊക്കെ മുഅ്ജിസാത്തുകളുണ്ട്. അതൊരു വലിയ വിഷയമാണ്. അത് വേറെ തന്നെ പറയേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ഒന്നുമില്ല, ഒരു ചെറിയൊരു ഉറക്കമുണ്ട് സ്വഹാബത്തിന്റെ, ചെറിയൊരു ഉറക്കം. എല്ലാവരെയും ഉറക്കി പഠിച്ചോ. ഉണർന്ന് എണീറ്റപ്പോൾ ഒരു പുതിയ മനുഷ്യന്മാരായി, പുതിയ ഉണർവ് അവർക്ക് കിട്ടി. ഒരു ചെറിയ മഴയുണ്ട് അവിടെ, ഒരു ചാറ്റൽ മഴ അല്ലേ? അങ്ങനെ കുറേ സംഭവങ്ങളിലൂടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വാള് പിടിക്കാൻ പോലും അറിയാത്ത, യുദ്ധം കേട്ടുമാത്രം പരിചയമുള്ള ഭൂരിപക്ഷത്തെയും കൊണ്ട് ഒരു യുദ്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചടക്കുകയാണ്. അവിടെ യുദ്ധം എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിൻ്റെ സംഹാരശേഷിയോ ശക്തിയൊന്നുമല്ല. ആ യുദ്ധം നയിക്കുന്നവരുടെ ഉള്ളിലെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോഴേ വിജയം അടുത്തു വരുള്ളൂ അല്ലേ? അപ്പോഴേ വിജയം അടുത്തു വരുള്ളൂ. പ്രവാചകന്റെ കൂടെ ഒരു കാഫിർ ഞങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞു വന്നപ്പോൾ നീ അത് വിശ്വാസം സ്വീകരിക്കുന്നിട്ട് വാന്നാ പറഞ്ഞത്. അല്ലാതെ മുക്കൂറ്റു മുന്നണി എല്ലാവരും കൂടിയും കൂട്ടിയിട്ട് ഇസ്ലാമിനെ സഹായിക്കാൻ പോയാൽ ആ വിജയം കിട്ടൂല. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് താർത്താരികളുമായുള്ള യുദ്ധത്തിന് പോകുന്ന ആളുകൾ, ആ താർത്താരികൾ വരുന്ന കാലം എന്താ? ഒരു മുസ്ലിമിനോട് ഇവിടെ നിന്നോ, ഞാൻ വാളെടുത്ത് വരട്ടെ, അന്നെ കൊല്ലാനാണെന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും, ബേജാറായിട്ട് അനങ്ങൂല. ഓൻ വന്നിട്ട് വെട്ടി താഴിട്ട് പോണ കാലാണ്. അന്ന് അവർ പാടിയിരുന്ന പാട്ട് അബൂ ഉമറിന്റെ ഖബറും പുറത്ത് പോയി പ്രാർത്ഥിക്കുന്നു പറഞ്ഞിരുന്ന ജനതയെ അദ്ദേഹം ശുദ്ധീകരിച്ചു. നിങ്ങളെ റബ്ബിനെയാണ് വിളിക്കേണ്ടത്. എന്നിട്ട് ആ ജനതയെ താർത്താരികൾക്കെതിരിൽ പടയോട്ടങ്ങൾ നടത്തി അദ്ദേഹം സംരക്ഷിച്ച ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഖുർആന്റെ ഒരു അസലുണ്ട്, നിങ്ങൾക്ക് ദോഷാണെന്ന് വിചാരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഖൈറായി ഭവിക്കും. സൂറത്ത് നിസായിൽ വീണ്ടും പറഞ്ഞു എന്താ? നിങ്ങൾക്ക് ദോഷാണെന്ന് വിചാരിക്കേണ്ട ഒരു കാര്യത്തിൽ ഒരുപാട് ഖൈറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. അത് സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അത് നിങ്ങൾക്ക് നഷ്ടമല്ല. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായുണ്ടായ ഒരു മരണം അത് നിങ്ങളെ പുതിയൊരു വ്യക്തിയാക്കിയിട്ടുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മരണത്തെക്കുറിച്ച് ഓർത്തിട്ടുണ്ടാകും. അങ്ങനെ ഒരുപാട് ഖൈറുകൾ നിങ്ങൾക്ക് അതിലൊക്കെ ഉണ്ടാകും. അങ്ങനെയാണ് ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ വിചാരിക്കേണ്ടത്. നമുക്ക് വലിയ രോഗവും പരീക്ഷണവും വിഷമൊക്കെ ആവുമ്പോൾ എന്താ നമ്മൾ വിചാരിക്കാത്തത് ജീവിതത്തിൽ സംഭവിക്കും. എന്താ കരുതണ്ടേ? പടച്ചോൻ എന്നെ കൊണ്ടേ കുടിക്കുന്നല്ല. ഞാൻ നാളെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. ഒരു മാൻ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ചെല്ലുക കേട്ടോ. വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ചെല്ലുമ്പോൾ ഒരു മുതല എന്തുണ്ട്, ഒരു മുതല അവിടെ നിൽക്കേണ്ടത് ആ മാന് കണ്ടിട്ടില്ല. പെട്ടെന്ന് പിന്നെന്ന് ഒരു കടുവ അതിനങ്ങോട്ട് ഓടിച്ചു. കടുവണ്ട് ഓടിക്കുമ്പോൾ മാൻ എന്താ വിചാരിക്കുക? കടുവണ്ട് ഓടിക്കുമ്പോൾ ഞാനൊരു തുള്ളി വെള്ളം കുടിക്കണ നേരത്താണല്ലോ പടച്ചോൻ ഈ കടുവനെ വിട്ടതെന്നാ. പക്ഷേ ആ വെള്ളം കുടിച്ചിരുന്നെങ്കിൽ ആ മുതല അതിനെ വഴുങ്ങായിരുന്നു. ഓടണ മാൻ ഒരിക്കലും കണ്ടിട്ടില്ല ആ മുതലിനെ. ഞാനേ കണ്ടിട്ടുള്ള മുതലിനെ. മനസ്സിലായില്ലേ? കടുവയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടപ്പോൾ ഒരുപക്ഷെ ഓടി രക്ഷപ്പെട്ട ഒരു സ്ഥലത്ത് എത്തിയതിൻ്റെ ശേഷം മാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഒരു വെള്ളം കുടിക്കാൻ ചെന്നപ്പോഴാണല്ലോ പടച്ചോൻ ഒരു കടുവനെ വിട്ടത്. സത്യത്തിൽ പടച്ചോൻ ആ കടുവനെ വിട്ടത് ആ മുതലിൽ നിന്ന് രക്ഷിക്കാനാണ്. ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ ഓരോന്ന് വരുമ്പോൾ അപ്പുറത്ത് വേറൊന്നുണ്ട്, നമ്മൾ കാണില്ല, അത്രേ ഉള്ളൂ. അപ്പുറത്ത് വേറൊരു സംഭവം ഉണ്ട്, നമ്മൾ കാണില്ല. അതേപോലെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ഒരാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ശരിക്കും ഉള്ള CCTV ഫുട്ടേജാണ്. വീഡിയോ ഒന്നല്ല കേട്ടോ, CCTV ഫുട്ടേജാണ്. നമുക്ക് രണ്ട് വേർതിരിച്ചറിയാലോ. ഒരു ആളിങ്ങനെ ഒരു വലത്തും ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്നൊരു കുരങ്ങൻ വന്നിട്ട് അവനെ തലയിക്കിട്ട് ചാടി. അപ്പോൾ കുരങ്ങനെ പേടിച്ച് ഓൻ ഇങ്ങനെ മാറിയപ്പോൾ അയാൾ ഇരിക്കുന്നിടത്തേക്ക് ഒരു വണ്ടി അവിടെ വന്നിട്ട് ഇടിച്ചാണ് കയറി. അയാൾ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി പഠിച്ചോ കൊണ്ടുവന്നതാണ്. ഞാൻ ഈ സ്വസ്ഥമായിട്ട് ഇരിക്കുന്നിടത്ത് എന്താ പറയുക, കുരങ്ങൻ വന്നുകൊണ്ട് എന്നെ സ്വീപ്പാക്കിയാലോ എന്ന് ചിലപ്പോൾ അയാളിത് കണ്ടിട്ടില്ലെങ്കിൽ ചിന്തിക്കും. അത്രേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുകയും ചെയ്യും. നമുക്ക് ബോധ്യപ്പെടാത്ത ഏതെങ്കിലും കാര്യമാണെങ്കിൽ ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കാവുന്ന വ്യക്തികളോടൊക്കെ സംസാരിച്ചാൽ ഓര് നമുക്ക് ക്ലാരിറ്റി തരും കേട്ടോ. ഒരു ക്ലാരിറ്റി തരും. ഇനി മൂന്നാമത്തത് ശൂറയുടെ മഹത്വം ഇതിലുണ്ട്. ശൂറയുടെ മഹത്വം നോക്കൂ. നിങ്ങൾ അള്ളാഹു ഏൽപ്പിച്ച യുദ്ധമായിട്ട് പോലും, അള്ളാഹു ഏൽപ്പിച്ചൊരു യുദ്ധമായിട്ട് പോലും, വിജയം ഉറപ്പായൊരു യുദ്ധമായിട്ട് പോലും, ഇന്ന എതിരാളികൾ ഇന്ന സ്ഥലത്ത് മരിച്ചു വീഴുന്ന ഉറപ്പായിട്ട് പോലും
അള്ളാഹുവിൻ്റെ റസൂൽ ഷൂറ ചെയ്യാണ്. നമുക്ക് എന്തിനാ മടി ഷൂറിൻ്റെ കാര്യത്തിൽ? വീട്ടിലൊരു കാര്യം നടത്തുകയാണ്, നമ്മൾ ഏറ്റവും ചെറിയ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ പോലും എന്താ നമ്മളെ ഭാര്യനെ കൂട്ടി ചർച്ച ചെയ്തൂടെ? വീട് നിർമ്മാണമാണ്. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, നിങ്ങൾ ഓരോന്നും പറയുന്നതിനൊക്കെ പൈസ വേണ്ടേ? ചില ആൾക്കാർ ചോദിക്കും. ഇതോടുകൂടെ വീട്ടിലെ ഷൂറിൻ്റെ ഡോറാണ്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമ്മളെ പേരിൽ ഒരു കാര്യത്തിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളിടത്ത് എത്തും. എല്ലാവരുടെ അഭിപ്രായം കേൾക്കണം, അല്ലേ? നിങ്ങൾ ഒരു കുടുംബനാഥനാണെങ്കിൽ, നിങ്ങളൊരു മോനാണെങ്കിൽ, മോനെ ഞാനൊരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെന്ന് ഓനോട് വാശി പിടിക്കലല്ല. അവൻ്റെ പ്രായത്തിൽ നിന്ന് അവന് കാണാൻ പറ്റാത്ത കുറേ കാര്യം അവൻ്റെ പാരൻസിന് കാണാൻ പറ്റും. അവരെത്ര ബുദ്ധിയില്ലാത്തവരാണെങ്കിലും അങ്ങനെ കോമ്പസ് കൊണ്ട് ഇങ്ങനെ വരക്കുമ്പോൾ ഇതെന്താ മോനേന്ന് ചിലപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ടാവും. അതൊന്നും നിങ്ങൾക്ക് തിരിയില്ല എന്നല്ല, അത് മറ്റേ കോമ്പസാണ്. ഇത് കണക്കിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, അളവെടുക്കാൻ യൂസ് ചെയ്യണതാണ്. ഞാനിനി ഇതൊക്കെ പഠിച്ച് വലുതായിട്ട് ഞാൻ വലിയ കുട്ടിയോ നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ട് ഉമ്മച്ചിക്ക് വേണ്ടതൊക്കെ വാങ്ങിത്തരും എന്നാണ് ശരിക്കും കുട്ടി പറയേണ്ടത്. അവൻ്റെ മനസ്സ് കുളിർക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമല്ല. ഞാൻ പറയണത് ആരാണെങ്കിലും എവിടെയാണെങ്കിലും ഷൂറ എന്നുള്ളത് അത്രയും പ്രധാനമാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു അധ്യായമാണ് ഷൂറ. യോഗം, മീറ്റിംഗ്, അവിടെ പള്ളി, മദ്രസ, പിന്നെ പാർട്ടി പ്രവർത്തനം, എവിടെയാണെങ്കിലും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അതിന് ചില സമയമൊക്കെ എടുക്കും. അത് വേഗത്തിൽ നടക്കൂല. നമുക്ക് ഇഷ്ടമല്ലാത്ത അഭിപ്രായമൊക്കെ ആൾക്കാർ പറയും. ചിലപ്പോൾ ഇഷ്ടമല്ലാത്ത അഭിപ്രായം തീരുമാനമായി പോകും. അത് ദീനിന് വിരുദ്ധാകാതിരുന്നാൽ മതി, അതിലൊരു ഹൈറുണ്ടാവും. അതിന് സമയം ചെലവാക്കണേൽ ഒരു മടിയും നമുക്കുണ്ടാകാൻ പാടില്ല. അതിപ്പോൾ ഓൻ്റെ മറുപടി വരാൻ വൈകും, ഞാൻ ആ ഭൂമി കൊണ്ട് എടുക്കുകയാണ്, അങ്ങനെയല്ല വേണ്ട. ഓൻ്റെ മറുപടി കുറച്ച് പിന്നാലെ പറയുന്ന ആളാണ്, കുറച്ച് വൈകി പറയുന്ന ആളായിരിക്കും. അവനെയും പരിഗണിച്ച് പോകണം. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ പറയാം, മിഖ്ദാദ് ബിൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഷൂറ ചെയ്തു. ഇവർക്ക് എന്താ യുദ്ധത്തിൽ താല്പര്യമില്ലെന്ന് തോന്നിയപ്പോൾ അതിന് സ്വഹാബത്ത് അതിശക്തമായ മറുപടിയാണ് കൊടുത്തത്, അല്ലേ? ആ മറുപടി വന്നത് എന്തുകൊണ്ടാ? ആ മറുപടി വന്നത് പ്രവാചകൻ ഷൂറ ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ മൂന്നാമത്തെ കാര്യം അതാണ്. ഇനി നാലാമത്തെ കാര്യം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അദ്ദേഹത്തിൻ്റെ ഹദീസുകളോടും ജീവിതത്തോടും ഒരു വ്യക്തിക്കുണ്ടാകേണ്ട സമീപനം എന്താണെന്ന് നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് എന്താ? ആ ഷൂറയിൽ നിന്ന് കിട്ടുന്നുണ്ട്. മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ് ഇംളി ലിമാ അറാകല്ലാഹ്, അല്ലാഹു നിങ്ങളോട് പറഞ്ഞതിൻ്റെ കൂടെ നിങ്ങൾ പോയിക്കോളൂ. ഫനഹ്നു മഅക്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. വല്ലാഹി ലാ നഖൂലു ലക കമാ ഖാലത് ബനു ഇസ്രായീൽ, ബനു ഇസ്രായേലികൾ പറഞ്ഞതുപോലെ ഒരിക്കലും ഞങ്ങൾ പറയൂല. എന്താ അവർ പറഞ്ഞത്? യുദ്ധത്തിന്റെ നേരെത്തിയപ്പോൾ അവർ പറഞ്ഞു, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, മൂസ നീയും നിന്റെ പടച്ചോനും പോയി യുദ്ധം ചെയ്യ്, ഞങ്ങളിവിടെ കാത്തു നിൽക്കാമെന്നൊരിക്കലും ഞങ്ങൾ പറയില്ല. ഞങ്ങൾ പറയും നിങ്ങളുടെ കൂടെ ഞങ്ങളും വരും. എന്നിട്ട് ലൗ സിർത ബിനാ ഇലാ ബർഖിൽ ഗിമാദ്, നിങ്ങൾ ബർഖുൽ ഗിമാദിലേക്ക് ഞങ്ങളോട് പോകാൻ പറഞ്ഞാൽ അവിടേക്ക് വരെ ഞങ്ങൾ പോകും, അല്ലേ? നീണ്ട കിലോമീറ്ററുകൾക്കപ്പുറത്ത് ബർഖുൽ ഗിമാദിലേക്ക് ഇപ്പോൾ പുറപ്പെടണമെന്ന് പറഞ്ഞാൽ അതിനുവരെ ഞങ്ങൾ റെഡിയാണ്. ഈ നേരത്തോ ഇപ്പോഴോ? അങ്ങനത്തെ ഒരു ചോദ്യം ഞങ്ങൾക്ക് ഉണ്ടാവില്ല. അത്രയും വലിയ അനുസരണമാണ് അവർ കാണിച്ചത്. നോക്കൂ നിങ്ങൾ, നേരെ തിരിച്ച് അൻസാറുകൾ പറയാണ്, ഫഖദ് ആമന്നാ ബിക്, അൻസാറുകൾ സഹായിക്കുമെന്ന് നബിക്ക് സംശയം ഉണ്ടോയെന്ന് അവർക്ക് തോന്നി. കാരണം മദീനന്റെ ഉള്ളിൽ നിന്ന് സഹായിക്കാന്നേ അവർ കൊടുത്ത വാക്കുള്ളൂ. ബദർ മദീനന്റെ പുറത്താണ്. മദീനന്റെ ഉള്ളിലൊരു യുദ്ധം വേണ്ട എന്ന് പ്രവാചകൻ തീരുമാനിച്ചു, അല്ലേ? എന്താ? മദീനക്ക് പരിക്ക് വരണ്ട, യുദ്ധം പുറത്തായിക്കോട്ടെ എന്ന് റസൂലുള്ളാഹി തീരുമാനിച്ചിരുന്നു. അപ്പൊ അവർ കൊടുത്ത ഉത്തരം എന്താ അറിയോ? അവർ കൊടുത്ത ഉത്തരം ഫഖദ് ആമന്നാ ബിക് വസദ്ദഖ്നാക്, നിങ്ങളെ വിശ്വസിച്ചു, നിങ്ങൾക്ക് സാക്ഷ്യം നിന്നു, നിങ്ങളുടെ കൂടെ നിന്നു. ഒരു ജനത ബഹിഷ്കരിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ നെഞ്ചിൻ കൂട്ടിലേക്ക് അങ്ങ് എടുത്തു വെച്ചു. ഇനി ഫംലി യാ റസൂലല്ലാഹി ലിമാ അറത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തോളൂ. ലൗ ഇസ്തഅ്ലത ബിനൽ ബഹർ ഫഖുൽതഹു ലഖുൽനാഹു മഅക്, തിരകളടിക്കുന്ന കടലിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ ഇറങ്ങൂ എന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞാൽ ആ കടലിലേക്ക് ഞങ്ങൾ ഇറങ്ങും. മുങ്ങി മരിക്കില്ലേ? നീന്താൻ അറിയില്ലല്ലോ, അതൊന്നും ഞങ്ങളെ വിഷയാകൂല. ഞങ്ങൾ നിങ്ങളുടെ കൂടെ അത്രയും നിൽക്കുന്നതാണ്. ഇനി നമ്മളെ കുറിച്ച് ആലോചിക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഫർളുകൾ എത്രണ്ണുണ്ട് നമ്മുടെ ജീവിതത്തിൽ? എത്രണ്ണം ഫർളുകൾ നഷ്ടപ്പെടുന്നുണ്ട്? അല്ലെ, സക്കാത്ത് കണക്കൂട്ടണം എന്ന് നമ്മളോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ, സക്കാത്ത് കണക്കൂട്ടിയോ? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണക്ക് കൂട്ടണം. ആരും കൂട്ടണം കണക്ക്. ചിലപ്പോൾ 1,00,000 റുപ്യ മാസ വരുമാനമുള്ള ആൾക്ക് സക്കാത്ത് തന്നെ ഉണ്ടാവില്ല. എന്താ കാര്യം? അയാളുടെ അമ്മാൻ്റെ മരുന്നിന് 60,000 ആവും. ഖലാസ്. അങ്ങനത്തെ മരുന്നില്ലേ? അയാൾക്കില്ലേക്ക് സക്കാത്ത് ഉണ്ടാവില്ല, ഉറപ്പായിട്ടും ഉണ്ടാവില്ല. എന്നാലോ ചിലപ്പോൾ ഒരു 15,000 20,000 മാസം കിട്ടുന്ന ഒരാളുണ്ടാവും. വലിയ ചിലവുകളൊന്നുമില്ല, അങ്ങനെ സ്വസ്ഥമായിട്ട് പോകണം, വലിയ മരുന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല ഒതുങ്ങിയൊരു ജീവിതമാണ്. അവിടെ ചിലപ്പോൾ വളരെ ചെറിയൊരു പൈസ ആയിരിക്കും. അവസാനം കണക്കൂട്ടുമ്പോൾ 250 റുപ്യക്കാരൻ കൊടുക്കേണ്ടാകുക. പക്ഷെ ആ 250 അത് അനാഥന്റെ, അഗതിയുടെ, വിധവയുടെ ഒക്കെ പൈസയാണ്. അതുകൊണ്ട് നമ്മൾ പെയിന്റ് അടിച്ചാൽ, അതുകൊണ്ട് നമ്മൾ വാതിൽ വെച്ചാൽ, അതുകൊണ്ട് നമ്മൾ ഫോൺ വാങ്ങിയാൽ പടച്ചോൻ വിടൂല, ഉറപ്പാ. സ്ത്രീകളൊക്കെ പ്രത്യേകിച്ച് അടുത്ത ആഴ്ച വിശദമായി തന്നെ വിഷയം പറയുന്നുണ്ട്. ഇപ്പോൾ സ്വർണത്തിന് നല്ല വിലയാണ്. ആഭരണത്തിൻ്റെ സക്കാത്ത് കൊടുക്കണമെങ്കിൽ നല്ലോം മെരുങ്ങേണ്ടി വരും, നല്ല അധ്വാനം ഉണ്ടാകും, അല്ല? ഒരു 10.5 പവൻ്റെ മേലെ ഒരു പൊന്ന്, ഒരു കഷ്ണം ഉണ്ടെങ്കിൽ ആ മൊത്തം സാധനത്തിന് കൊടുത്തോളണം, അല്ലാതെ ബാക്കിയുള്ളതിനല്ല കൊടുക്കണ്ടേ.
ആ കാര്യം ഇടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. അവിടെ നമ്മളൊക്കെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ഈ ചരിത്രങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളണം. ബദർ എന്നുള്ളത് അതിനുള്ളതാണ്, അല്ലാതെ ബിരിയാണി തിന്നാനുള്ളതല്ല. ആർക്കും ഞാൻ പറഞ്ഞതിൽ വിഷമം ഉണ്ടാകരുത്. ഇതൊക്കെ ഉൾക്കൊള്ളാനും പഠിക്കാനും തിരിച്ചറിയാനുള്ളതാ ബദർ. എൻ്റെ ജീവിതത്തിൽ, എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാവും. ഒരുപാട് സുന്നത്തുകൾ ഇങ്ങനെ ചേർത്ത് വെക്കാൻ ഉണ്ടാകും, ഒരുപാട് ഫറളുകൾ നടപ്പിലാക്കാൻ ഉണ്ടാകും. ആ പാഠമാണ്. അങ്ങ് എന്തു പറഞ്ഞാലും റെഡി, അങ്ങ് എന്തു പറഞ്ഞാലും റെഡി. പടച്ചോന്റെ റസൂൽ ആവർത്തിച്ച് പറഞ്ഞു പലിശനെ കുറിച്ച്, നമ്മൾ റെഡിയല്ല. ലോണ് നമുക്ക് ഉണ്ടാവും. എന്താ സുഹൃത്തുക്കളെ ലോണ് ക്ലോസ് ചെയ്യാനുള്ള തടസ്സം? കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും, കുറച്ച് എട്ടങ്ങാറാകേണ്ടി വരും, ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും. മക്കളെ ചേർത്തൂട്ടി പിടിച്ച് പറയണം, ഇപ്പം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോവുക. അപ്പോൾ ഇനി വീട്ടിലേതൊക്കെ എങ്ങനെ എനിക്ക് ഉദ്ദേശിക്കണേ? സ്വന്തം ഉമ്മയെ ശാരീരികമായി ഉപയോഗിക്കുന്നതിന് തുല്യമാണ് പലിശയുടെ 70ാമത്തെ അംശം എന്നാ പഠിപ്പിച്ചേ. എന്താ നമ്മളെ തലീക്കരാത്ത്? അല്ല, ഈ പള്ളിയിൽ ജുമാക്ക് വരുന്ന ഒരാൾ പിണങ്ങിപ്പോയത് എനിക്കറിയാം. പലിശനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് പിണങ്ങിപ്പോകാൻ പോകാം, അല്ല എന്താ ഇസ്ലാമിലുള്ളത് നമ്മൾ പറയും, അല്ലെന്താ സംശയം? അയാളെ ഖുത്തുബക്ക് വിരല നിർത്തി. എൻ്റെ കാര്യം എന്താ അറിയോ? പലിശനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്, കുറച്ചേറെയാണെന്നാ പറഞ്ഞത്. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞല്ല. എത്ര യുദ്ധത്തിലാണെന്നാണ് പലിശ എടുക്കണവനോട്. ഈ റമളാൻ മാസത്തിൽ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാ സുഹൃത്തുക്കളെ പിന്നെ നമ്മളെ പറ്റുക? നമ്മളെ അക്കൗണ്ടിലൊക്കെ പലിശ വരുന്നുണ്ട്. ബാങ്കിൽ പോയി പലിശ എടുക്കൽ മാത്രമൊന്നുമല്ല, ശമ്പളക്കാരൻ്റെ അക്കൗണ്ടിൽ കൃത്യമായി പലിശ കയറുന്നുണ്ട്. അത് ഡോക്യുമെന്റ് നോക്കി ചെക്ക് ചെയ്ത് പുറത്താക്കണം. നമുക്ക് വന്ന പലിശ എത്രയെന്ന് കണക്ക് കൂട്ടി അത് ശുദ്ധീകരിക്കണം. ആ പലിശ നമ്മളതല്ല, നമ്മളൊരാൾക്ക് ഇങ്ങനെ കൊടുക്കുക. അത് നമ്മളെ പൈസയല്ല, ഒരിക്കലും നമ്മളെ പൈസയല്ല. നമുക്ക് ഉപകാരം കിട്ടുന്നിടത്തേക്ക് കൊടുക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ വീടിൻ്റെ മുമ്പിൽ റോഡ് ഇട്ടാൽ പിന്നെ സിമെന്റ് ഇട്ട് പറ്റൂല, അതാണ് പലിശ. നമുക്ക് ഉപകാരം കിട്ടുന്ന റോഡ്, അതുകൊണ്ട് പറ്റൂല. അത്ര കണിശാണ് അഹ്ലുസുന്ന ഈ വിഷയത്തിൽ. അതുകൊണ്ട് നമ്മൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു പാഠം എന്താണെന്നറിയോ? ഇതിന് ആറാമത്തെ ഒരു കാര്യം, അഞ്ചാമത്തെ ഒരു കാര്യം, വാക്കുപാലിക്കലിന്റെ പ്രാധാന്യമാണ് പഠിപ്പിക്കുന്നത്. വാക്കുപാലിക്കലിന്റെ പ്രാധാന്യം ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറയാം, മാ മനഅനി അൻ അഷ്ഹദ ബദ്റൻ ഇല്ലാ അന്നി ഖറജ്തു അന വ അബി ഹുസൈൽ. ഞാനും എൻ്റെ ഉപ്പ ഹുസൈലും, യമാൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ട്, പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങളെ ഫഅഖദന കുഫാറ ഖുറൈശികളെ ഞങ്ങളെ പിടിച്ചു. നിങ്ങൾ മുഹമ്മദിൻ്റെ അടുത്തേക്ക് പോകാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പോണെങ്കിൽ നിങ്ങൾ അയാളും ഞങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് ഉറപ്പ് തരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉറപ്പ് കൊടുത്തു. മദീനത്ത് വന്നപ്പോൾ പ്രവാചകൻ ബദറിന് വട്ടം കൂട്ടുകയാണ്. അപ്പോൾ പ്രവാചകൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ പറഞ്ഞു, നബിയെ ഞങ്ങൾ ഇങ്ങനെ അവരോട് കരാറുണ്ട്. എന്താ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്? ഇൻസരിഫാ നഫീ ലഹുമാ ബിഅഹ്ദിഹിം, നിങ്ങൾ പോവുക, നിങ്ങൾ യുദ്ധത്തിന് വരണ്ട, അവരോടുള്ള വാക്കു പാലിക്കണം എന്നാ. കള്ള കാഫിറിനോടുള്ള, യുദ്ധം ചെയ്യുന്ന കാഫിർ വേറെ തന്നെയാണ്, സാധാ കാഫിറല്ല. യുദ്ധം ചെയ്യുന്ന കാഫിർ സാധാ കാഫിറല്ല. അല്ലെ, രണ്ട് സമീപനായി ഇസ്ലാം പഠിപ്പിച്ച്. നമ്മളോട് യുദ്ധമുഖത്ത് നിൽക്കുന്ന കാഫിർ അവൻ വേറെ തന്നെയാണ്. ആ കാഫിറിനോട് പോലുമുള്ള വാക്കു പാലിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരോടൊക്കെ എവിടേക്കൊക്കെ വരാറിയുന്നുണ്ട്, ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാന്ന് അറിയുന്നുണ്ട്, ആരോടൊക്കെ എന്തൊക്കെ ചെയ്യാന്ന് അറിയുന്നുണ്ട്. നമ്മളെ സ്ഥിതി എന്താണ് സഹോദരന്മാരെ? അല്ലേ, നമ്മുടെ സ്ഥിതി എന്താണ്? ഞാൻ എന്നെ കൂടി ഉൾപ്പെടുത്തി പറയാം. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ഗൗരവത്തിൽ കാണണം. ഇനി ആറാമത്തെ കാര്യം യുദ്ധമുഖത്തെ മാന്യതയാണ്. ഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. നിങ്ങൾ അങ്ങോട്ട് പോയി യുദ്ധം തുടങ്ങണില്ല, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം, അള്ളാഹു അമിതത്തൊരിക്കലും ഇഷ്ടപ്പെടണില്ല. അന്തല്ലാതെ എന്തെങ്കിലും യുദ്ധഭൂമിയിൽ ചെയ്യരുത്. യുദ്ധല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. പ്രവാചകൻ എങ്ങനെയാ പറഞ്ഞത്? യഖ്സു ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. വലാ തഖ്തുലു ശൈഖൻ ഫാനിയൻ, വയോവൃദ്ധന്മാരെ നിങ്ങൾ കൊന്നു തള്ളരുത്. വലാ തുഫ്ലൻ സഗീറൻ, കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊല്ലരുത്. വലംറഅതൻ, സ്ത്രീകളെ കൊല്ലരുത്. വല തഖുല്ലു, അവരെ നിങ്ങൾ ചതിക്കരുത് എന്നിങ്ങനെ ശക്തമായി പ്രവാചകൻ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സയ്യിദിന്റെ സൈന്യത്തിന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, ലാ തഖ്തുലുൽ മർഅ, നിങ്ങൾ സ്ത്രീകളെ കൊല്ലരുത്. വല സബിയൻ, കുട്ടിയെ കൊല്ലരുത്. വല ശൈഖൻ കബീറൻ, മുതിർന്നവരെ കൊല്ലരുത്. വല തഖ്തഉ ശജറൻ മുസ്മിറൻ, പിന്നെ പഴം കായ്ക്കുന്ന ഫലമുണ്ടാകുന്ന വൃക്ഷങ്ങൾ നിങ്ങൾ വെട്ടി നശിപ്പിക്കരുത്. വല തഹ്മിദു സൗമഅത റാഹിബിൻ, ഒരിക്കലും ഒരു പൂജാരിയുടെ പൂജാ മുറിയിൽ കയറി ആ പൂജാമുറിയെയും അതിനെയും തകർത്ത് കളയരുത്. ഇസ്ലാമിന് യുദ്ധത്തിന്റെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നവർക്ക് ചരിത്രം നൽകുന്ന അതിശക്തമായ ഉത്തരമാണിത്. ചരിത്രത്തിൽ യുദ്ധം നയിച്ച ഏതെങ്കിലും ഒരു വ്യക്തി ഇത്തരം ഒരു വാചകം പറഞ്ഞിട്ടുണ്ടോ? 63 വർഷത്തിനിടയിൽ, 23 വർഷത്തെ പ്രബോധന ജീവിതത്തിനിടയിൽ 13 വർഷത്തിൽ ഒരു വാൾ എടുത്തിട്ടില്ല, ഒരു മുട്ടുസൂചി പോലും എടുത്തിട്ടില്ല. അനുയായികൾ വെട്ടി താഴെ ഇടപെടുന്നത് കണ്ടിട്ടും, കഴുത്തറുക്കപ്പെടുന്നത് കണ്ടിട്ടും സബറൻ ആല യാസിർ, ക്ഷമിക്കാൻ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു. എന്തേ? ക്ഷിപ്രകോപത്തോടു കൂടെ കത്തിയെടുത്ത് ഇരുട്ടിന്റെ മറവിൽ പോയി ശത്രുവിന്റെ നെഞ്ചു കീറാൻ പ്രവാചകൻ പോയിട്ടില്ല. 13 വർഷത്തെ സബറ്, അതിൽ പാഠമുണ്ട്, ഒരു സംശയമല്ല. അതും കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ 10 വർഷത്തിലേക്ക് പോവുകയാണ്, മദീനയിലേക്ക് പോവുകയാണ്.
ആ മദീനയിലെ 10 വർഷത്തിൽ 8 വർഷം യുദ്ധമല്ല, 2 വർഷം യുദ്ധമുള്ളത്. 2 വർഷം അല്ലേ? ആ 2 വർഷത്തിൽ പിന്നെ അതിൽ 2 വർഷത്തിൽ മദീനയിൽ കരാർകാലായിരുന്നു. ആ കരാർകാലത്ത് യുദ്ധമല്ല. ആ കരാർകാലത്ത് യുദ്ധമല്ല. ബാക്കി 8 വർഷങ്ങൾക്കിടയിൽ ആകെ 9 യുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചത്. ആകെ കൂടെ പ്രവാചകൻ യുദ്ധത്തിന്റെ മിശിഹയായി അവതരിപ്പിക്കപ്പെടുമ്പോൾ നമുക്കിത് അറിയണം, നമ്മളെടുത്ത് ഈ അറിവ് വേണം. ആ 9 യുദ്ധത്തിൽ ആകെ 700 ചില്ലാൻ ആളാ മരിച്ചത് അല്ലേ? അത് ബോംബും വാളൊന്നും ഇല്ലാത്ത ബോംബും അണുവായുധങ്ങളൊന്നും ഇല്ലാത്ത കാലമായിട്ടാണ് ഒരു ചങ്ങാതി പറഞ്ഞ മറുപടി. എങ്കിൽ അതേ കാലയളവിലും അതിനു മുൻപും ചക്രവർത്തിമാർ നയിച്ച ശതക്കണക്കിന് യുദ്ധങ്ങളുടെ കണക്ക് പബ്ലിക് ഡൊമൈനിലുണ്ട്. 10,000 കൊന്നൊടുക്കപ്പെട്ട, അമ്പും വില്ലും മാത്രമുള്ള കാലത്ത്, വാളും പരിചയം മാത്രമുള്ള കാലത്ത് 10,000 കൊന്നൊടുക്കപ്പെട്ട യുദ്ധങ്ങളുണ്ട്. എന്തേ നമുക്ക് ആത്മാഭിമാനത്തോടെ എണീറ്റ് പറയാൻ പറ്റാത്തത്? ദുൽഖർ സൽമാന്റെയും അതുപോലെ തന്നെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ BGM അടങ്ങിയ ഡയലോഗുകൾ സ്റ്റാറ്റസ് വെക്കുന്നവർക്ക് എന്തേ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രൗഢമായി കാര്യം പറയാൻ പറ്റാത്തത്? നമ്മൾ ആലോചിക്കണം. നമ്മൾ അറിവും വിജ്ഞാനവും റമദാനിന്റെ ഈ പകലിൽ നോമ്പെടുത്തിരിക്കണം. നമ്മൾ ആലോചിക്കണം. ലോകം മറ്റൊരു യുദ്ധത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാനിന്റെ മുകളിൽ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന യുദ്ധം, രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയെ തന്നെ ഇല്ലാതെയാക്കിയ ഒരു ജനതയെ അനാഥമാക്കുന്ന യുദ്ധം വളരെ ശക്തമായി നടന്നിരിക്കുകയാണ്. യുദ്ധത്തിന്റെ മര്യാദകളൊന്നും പാലിക്കാത്ത അല്ലേ, ഗ്രേറ്റർ ഇസ്രായേൽ എന്ന സൗദി അറേബ്യയുടെയും ഒക്കെ വിശാലമായ ഖത്തറിന്റെയും ഒക്കെ ഏരിയകൾ ഉൾപ്പെടുത്തി ജൂതന്റെ മാപ്പ് നടപ്പിലാക്കാനുള്ള യുദ്ധം അവൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുമായി മുന്നോട്ട് പോയിരിക്കുകയാണ്. ജൂതന്റെ തന്ത്രങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തകർത്ത് ധരിപ്പണമാക്കുമാറാകട്ടെ. ഇവിടെ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമുണ്ട്. ബദർ നൽകുന്ന ഏറ്റവും വലിയ കാര്യം എന്താ അറിയോ? ആദർശത്തിന്റെ ക്ലാരിറ്റിയാണ്. ആദർശത്തിന്റെ ക്ലാരിറ്റിയാണ് ബദർ പറയുന്ന ഒരു കാര്യം. അത് എല്ലായിടത്തും ഉണ്ട് അല്ലേ? അള്ളാഹുവിന്റെ റസൂലും ശത്രുവും തമ്മിലുണ്ടായ യുദ്ധത്തിന്റെ കാരണം എന്താ? അവർ അള്ളാഹുൽ വിശ്വസിക്കാത്തതാണോ? അല്ല. വലയിൻ സഅൽതഹു മൻ ഖലഖ സമാവാതി വൽ അർള്, ആകാശഭൂമികളെ പടച്ചത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ അവർ നിന്നോട് പറയും അള്ളയാണെന്ന്. മരം ഉണ്ടാക്കിയതാരാ? ചെടി ഒക്കെ അള്ളയാണ്. പിന്നെന്താ യുദ്ധത്തിന്റെ കാരണം? അവർ അള്ളാഹുവോട് പ്രാർത്ഥിക്കാത്തതാണോ? വൈദാ റകിബു ഫിൽ ഫുൽകി ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ കപ്പലിൽ കയറിയാൽ കപ്പൽ മുങ്ങാറാകണീന്റെ മുമ്പ് അവർ അള്ളാഹുവോടാ പ്രാർത്ഥിച്ചത്. പിന്നെ എന്താ വിഷയം? അവർ പറഞ്ഞു മാ നഅബ്ദുഹും ഇല്ലാ ലിഖരിബുനാ ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ ലാത്ത എന്നുള്ള ഔലിയ പാപ്പാന്റെ അടുത്തേക്ക് പോണത് അള്ളാഹുവിലേക്ക് അവർ ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ്, അവരുടെ ശുപാർശ കിട്ടാൻ വേണ്ടിയാണ്. ഒരാൾ മമ്പർത്തേക്ക് പോകുമ്പോൾ അത്ര തന്നെ ഉള്ളൂ. അള്ളാഹു അവരെ മമ്പർത്ത് തങ്ങൾ അള്ളയാണെന്ന് ആരും വിചാരിക്കണില്ല. പിന്നെ എന്താ അവിടുത്തെ വിഷയം? നമ്മൾ സാധുക്കളല്ലേ, നമ്മൾ അടുപ്പിക്കുന്നുള്ളതാ. അതാ ഇമാം നബി റഹിമഹുല്ലാഹ് പറഞ്ഞത് മഹാരഥന്മാരുടെ ഖബറുകൾ പോയി പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇവർ ഞങ്ങൾക്ക് ശുപാർശകരാകുന്നേ വിശ്വസിച്ചിട്ടുള്ളൂ. അത് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസത്തിന് തുല്യമാണ്. അപ്പൊ നമ്മളുടെ കുടുംബാംഗങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസത്തിന് തുല്യമായി നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അവർ വിഷമിപ്പിക്കാനല്ല. ഒരു ഡോക്ടർ സർജറി നടത്തുന്നത് രോഗിയുടെ രോഗം മാറ്റാനാണ് അല്ലേ? ഇത് പെയിന്റ് അടിച്ച് പറഞ്ഞ ആയി കിട്ടൂല. ഇത് അള്ളാഹ് പറഞ്ഞ പോലെ, റസൂൽ പറഞ്ഞ പോലെ പറയണം. അബൂജഹലും അബൂബക്കറും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹ് ഉണ്ട് ഇല്ല എന്നുള്ള തർക്കമല്ല. അള്ളാഹ് ഉണ്ട്, അള്ളാഹുവോട് പ്രാർത്ഥിക്കാം, മറ്റുള്ളവരോടും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ 17 വട്ടം നെഞ്ചത്ത് കൈവച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ വയറ്റത്ത് കൈവച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കൈ അയച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷേ സമുദായം ആലോചിക്കൂല. ഈ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് യുദ്ധം നടന്നതെങ്കിൽ ഇവിടെ നടക്കുന്ന ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ക്ലാരിറ്റി നമുക്ക് വേണം. അതെന്താ? ഇറാനിനെ പൊളിറ്റിക്കലി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, ഇറാനിലെ കുഞ്ഞുങ്ങൾക്ക് മേൽ ബോംബ് വീഴുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് അരി വേവിക്കണതിൻ്റെ ഇടയ്ക്ക് മുട്ട പൊങ്ങിയെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇറാനിലെ വിശ്വാസം എന്ന് പറയുന്നത് ഷിയാ വിശ്വാസമാണ്. ആ ഷിയാ വിശ്വാസത്തെ മഹത്വവൽക്കരിക്കപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൂടാ. അത് ഉണ്ടായിക്കൂടാ എന്ന് പറയുമ്പോൾ അത് ആരെല്ലാം ആക്രമിച്ചാലും പറഞ്ഞു പോയേ പറ്റുള്ളൂ. എന്താ അവിടുത്തെ വിശ്വാസം? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ കുത്തിക്കൊന്ന അബൂ ലുഅ്ലുഅത്തിന് ജാറമുണ്ടാക്കി ആ ജാറത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന നിലപാടാണ് അവരുടേത് അല്ലേ? അത് നമ്മൾ അത് എന്തെന്ന് വെച്ചാൽ ഈ ആശയ പ്രവേശനം, ഭയങ്കര BGM ഭയങ്കര പ്രസംഗമൊക്കെ വരുമ്പോൾ അടുത്തത് അതിലേക്കാണ് സമുദായം പോവുക. അത് അതിഭീകരമാണ്. മാത്രമല്ല അവരുടെ ഉത്തരവാദിത്വത്തിൽ ബഷാർ അൽ ബുർദിന്റെ നേതൃത്വത്തിൽ ലക്ഷങ്ങൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിറിയയിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ വെളുപ്പിച്ചെടുക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു ശ്രമം ലോകത്ത് കൃത്യമായി നടക്കുന്നുണ്ട്. ആ ശ്രമത്തിൽ നമ്മൾ വീണുപോയിക്കൂടാ. മറിച്ച് കുഞ്ഞുങ്ങളും ഒക്കെ കൊല ചെയ്യപ്പെടുന്ന ഗ്രേറ്റർ ഇസ്രായേൽ അജണ്ട, ഇസ്രായേൽ എന്നുള്ളൊരു രാഷ്ട്രം, അമേരിക്കയിലെ ഒരു ഭ്രാന്തൻ ഭരണാധികാരി അവർ നടത്തുന്ന ശ്രമങ്ങളെ നമ്മൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ പരിശ്രമം കൊണ്ട് ഇറാനിന്റെ മുകളിൽ വീഴുന്ന, അല്ലെങ്കിൽ GCC രാഷ്ട്രങ്ങൾക്ക് മുകളിൽ വീഴുന്ന കാര്യങ്ങൾ അവിടെ നമ്മുടെ അതിശക്തമായ പ്രാർത്ഥന വേണം. അത് വിശ്വാസത്തെ നിലത്തഴിച്ചു വെച്ചിട്ടല്ല. ഖുറാനിൽ പിഴവുണ്ടെന്ന് വിശ്വസിക്കുന്ന, ബുഖാരി മുസ്ലിം തള്ളുന്ന 4 സ്വഹാബിമാരല്ലാത്ത മുഴുവൻ സ്വഹാബിമാരെയും ചീത്ത വിളിക്കുന്ന അത്തരം രീതികൾ സ്വീകരിക്കുന്ന വ്യക്തികൾ
വെള്ള പൂശപ്പെട്ടുകൂടാ എന്നുള്ള സ്റ്റാൻഡ് അത് പറയുമ്പോൾ സയനിസത്തിൻ്റെ ടാഗ് അണിയിക്കുന്നത് ഒരിക്കലും ആരും അത് പേടിച്ച് പിന്മാറില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറക്കെ പറയാം. വീണ്ടും ആവർത്തിച്ച് പറയാം, ഇറാനിൻ്റെ മേലിൽ നടത്തുന്ന അതിക്രമങ്ങൾ അത് എല്ലാ അർത്ഥത്തിലുമുള്ള നിയമങ്ങൾക്കെതിരാണ്, തത്വങ്ങൾക്കെതിരാണ്. നമ്മുടെ പ്രാർത്ഥന ജനതയ്ക്ക് വേണ്ടി ഉണ്ടാകണം, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണം എന്നുള്ള വിഷയത്തിൽ ഒരു തർക്കവുമില്ല. ആ നിലയ്ക്ക് കാര്യങ്ങളെ ഗൗരവപൂർവ്വം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാ വിശ്വാസികളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ഏഴാമത്തെ കാര്യം, ആദർശം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നതാണ്. നോക്കൂ നിങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ മകനെയാണ് ബദറിൽ നേരിടുന്നത്, യുദ്ധത്തിന് വരുന്ന മകനെയാണ് വെട്ടുന്നത്, അല്ലേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ ബന്ധുവിനെയാണ്, അദ്ദേഹത്തിൻ്റെ അമ്മാവനെയാണ് വെട്ടുന്നത്. അതുപോലെ തന്നെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മൂത്താപ്പാൻ്റെ മോനെയാണ് വെട്ടുന്നത്. അവിടെ ആദർശം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന വലിയൊരു തത്വം നമുക്ക് ഇന്ന് കിട്ടുകയാണ്. ആദർശം ഒരു ഘട്ടത്തിലും നമ്മൾ അടിയറ വെച്ചുകൂടാ. നമ്മൾ നമ്മുടേതായ സമീപനത്തിലും സ്റ്റാൻഡിലും നിന്ന് അതിശക്തമായി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ജീവിതത്തെ സൂക്ഷിക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ.